PM കിസാൻ സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മുടെ SD ചാനലിലൂടെ ഇന്ന് വീഡിയോ ആയി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2000 രൂപ PM കിസാൻ സമ്മാനനിധി തുക വാങ്ങുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഈ വീഡിയോ കാണുക. അത് നമ്മുടെ കർഷക സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM കിസാനെ സംബന്ധിച്ച് നമ്മൾ നിരവധി വീഡിയോകൾ നമ്മുടെ SD ചാനലിൽ മുമ്പ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 21ാമത്തെ ഗഡു വന്നപ്പോൾ കുറച്ച് കർഷകർക്ക് ഞാൻ പറഞ്ഞു അതിൻ്റെ KYC പൂർത്തിയാക്കണം, അങ്ങനെ കുറച്ച് 3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും കുറച്ച് ആളുകളുടെ വരാത്ത ആളുകളുടെ ഇപ്പോൾ അടുത്തിടയ്ക്ക് കിട്ടിത്തുടങ്ങി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 22ാമത്തെ ഗഡു ഫെബ്രുവരി മാസം, അതായത് ഈ മാസം ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ മാർച്ചിലോ എത്തും എന്നാണ് ഇപ്പോൾ നമ്മുടെ വിവിധ പ്രസ് ബ്യൂറോ വഴി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് 68,000 മലയാളികൾക്ക് ഈ 2000 രൂപ കിട്ടുന്നത് നിലയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. 68,000 പേരുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, കേരളത്തിൽ മാത്രം. അതോടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 1 ലക്ഷം വരെ ഉള്ള സംസ്ഥാനങ്ങളുണ്ട് ഇതുപോലെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ 60,000-ൽ താഴെയുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് വരാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും 2000 രൂപ കിട്ടുന്ന ആളുകൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് തമ്മിൽ സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതിനായിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ നിങ്ങളുടെ ആധാർ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് അത് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ബാങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആ ബാങ്കിലേക്ക് ചെല്ലുക. നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് കൊടുത്ത് ആധാർ സീഡിങ് നടത്തി വീണ്ടും ഈ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പാക്കി വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 22ാമത്തെ ഗഡു വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും കൂടാതെ തന്നെ ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു കാരണവശാലും നിങ്ങളുടെ ഇതാകുന്നില്ല, ആക്ടിവേറ്റ് ആകുന്നില്ല, അങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിലും അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ആധാർ ലിങ്ക് ചെയ്ത് അക്കൗണ്ട് അന്നേരം തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നല്ലൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ കർഷക സുഹൃത്തുക്കളിലും അതോടൊപ്പം തന്നെ PM കിസാൻ്റെ 2000 രൂപ കിട്ടുന്ന എല്ലാ ഉപഭോക്താക്കളിലും എത്തിച്ച് ഇത് ഇന്ന് തന്നെ അടിയന്തരമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കറക്റ്റാക്കി വെച്ചാൽ നിങ്ങളുടെ തുക, അതായത് ഈ മാസത്തെ ഗഡു കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. അതോടൊപ്പം തന്നെ മുടങ്ങിയ ഗഡുകളും ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തു തുടങ്ങി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ CSC സെൻ്ററാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വിവിധ പദ്ധതികളെക്കുറിച്ചിട്ടും വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.